ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ് കാണുന്നത്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയറാണ് ആ ഉപമ. ആ ഉപമയിൽ നമുക്കറിയാം, ധനവാൻ നരകത്തിൽ പോവും, ലാസർ സ്വർഗത്തിൽ അബ്രഹാത്തിൻ്റെ മടിയിൽ കിടക്കും. കർത്താവ് ഇതിനിടയിൽ രണ്ടിനും നടുക്കായിട്ടൊരു ഗർത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെ നമ്മൾ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കും. അപ്പോൾ നമ്മളുടെ മരണശേഷമുള്ള 3 യാഥാർത്ഥ്യങ്ങളാണ് സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും. അപ്പോൾ ഈ ഉപമയിലൂടെ കർത്താവ് നമുക്കിട്ട് തരുന്ന ഏറ്റവും വലിയ ക്ലൂ ആണത്. കാരണം നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കാം നാം എവിടെ പോകണമെന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ധനവാന്റെ ലാസറിൻ്റെ ഉപമ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ടത് ഞാൻ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ അതോ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കണോ എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ വീടുകളിൽ എടുത്തു നോക്കിയേ, ഈ ധനവാനെ ലാസറിനെയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കണ്ടുപിടിക്കാം. നമ്മളുടെ അമ്മമാർ എപ്പോഴും പിള്ളേരെ പുറകെ നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കടയിൽ പോകുമോ, അല്ലെങ്കിൽ ബുക്കെടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ആ ഫോണൊന്ന് മാറ്റി വയ്ക്കുക. ഇതൊക്കെ അവർ സ്ഥിരം പറയുന്ന ഡയലോഗ്സാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ മക്കളുടെയും സെയിം മറുപടി ഒന്ന് പോയ അമ്മയെന്നാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ലാസർ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയായിരിക്കും. ചിലപ്പോൾ നമ്മൾ അമ്മമാരെ മൈൻഡ് ചെയ്യാറില്ല, അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളത്തിന്, അല്ലെങ്കിൽ ഒന്ന് ഫാൻ ഇടാൻ, അല്ലെങ്കിൽ ഒരു ബുക്കെടുത്ത് തരാൻ എല്ലാം നമ്മളെ ആശ്രയിക്കുന്നത് അമ്മമാരെയാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിന് എന്തിനു വേണമെങ്കിലും നമ്മൾ അമ്മയെ ആശ്രയിക്കുമെങ്കിലും അവരുടെ ഒരു കാര്യത്തിന് പോലും നമ്മൾ മര്യാദക്കുള്ള മറുപടി കൊടുക്കാറില്ല. അപ്പോൾ ഈ ധനവാനും ലാസറും ഒറിജിനലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ വീട്ടിലെ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ തന്നെയാണ്. കൂടെ ജീവിക്കുന്നവരെ മനസ്സിലാക്കി, അവരുടെ ഉള്ളറിഞ്ഞ്, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിച്ചാലല്ലേ നമ്മുടെ ജീവിതം ധന്യമായി. നമ്മളുടെ വീട്ടിലെ അപ്പനും അമ്മനെയും മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ സമൂഹത്തിലെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വലിയ നന്മയുള്ള മനുഷ്യരായി മാറും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ധ്യാനിക്കാം നല്ലൊരു ധനവാനാകാൻ, നല്ലൊരു പുണ്യങ്ങൾ നിറഞ്ഞ ധനവാനാകാൻ. അങ്ങനെ സ്വർഗം എന്ന ഡെസ്റ്റിനിയിലേക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ആമേൻ.